ചേച്ചി, കാര്യം എനിക്ക് അറിയാടാ ബെട്ടി. പക്ഷെ നിന്റെ നാവിന്ന് തന്നെ എനിക്കത് കേൾക്കണം. ചേച്ചി, ചടങ്ങൊന്നും നടത്താൻ പറ്റില്ല. ഋതുമോളെ ടെസ്റ്റ് ചെയ്ത ഡോക്ടർക്ക് പറ്റിയൊരു മിസ്റ്റേക്കാ. ഋതുവിന് പ്രഗ്നൻസി ഇല്ല. അയ്യോ, എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഗർഭിണിയല്ലെന്നോ? അതെ ചേച്ചി. പലരെയും വിളിച്ചു പറഞ്ഞു പോയല്ലോടാ മോനെ. ഇനി എങ്ങനെ തിരുത്തി പറയും? ഈ ചടങ്ങ് നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ. അതെങ്ങനെ ഒഴിവാക്കും? ഈ ക്ഷണിച്ചവരോടൊക്കെ നമ്മൾ എന്ത് പറയും? ഗർഭമില്ല എന്നൊക്കെ വിളിച്ചു പറയുന്നത് നാണക്കേടല്ലേ? അല്ല, ഒത്തിരി ആളുകളെ വിളിച്ചോ? ഇല്ല, ഞാൻ വളരെ വേണ്ടപ്പെട്ടവരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ വിളിക്കാൻ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും വിളിക്കാതിരുന്നത് നന്നായി. അല്ല, ഞാനും ഒന്ന് രണ്ടുപേരെ വിളിച്ചിട്ടുള്ളൂ. ഞാനേ പലരോടും ഒരു വിശേഷമുണ്ട്, വീട്ടിലേക്ക് വരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. വരുന്നവര് വരട്ടെ, അവരെ സ്വീകരിച്ച് നമുക്ക് ഭക്ഷണം കൊടുത്ത് സന്തോഷത്തോടെ പറഞ്ഞേക്കാം. നീ എന്ത് മണ്ടത്തരായി പറയുന്നേ? ചുമ്മാ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നവരാണോ നമ്മളെ ഗസ്റ്റുകള്? ക്ഷണിച്ചതിനൊരു റീസൺ വേണ്ടേ? വിളിച്ച് ഭക്ഷണം തന്നത് എന്തിനാണെന്ന് അവര് ചോദിച്ചാ എന്ത് മറുപടി പറയും? അതെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ അത് ഋതികയോടുള്ള ശത്രുത കൊണ്ടാണെന്ന് എല്ലാരും പറയൂ. വാസ്തവത്തില് എന്തൊക്കെ ഏടാകൂടങ്ങളാ ഈ പെണ്ണ് തലേ കയറ്റി വെക്കുന്നേ? അതിന് ഋതു എന്താ തെറ്റ് ചെയ്തു? ഇത് ഡോക്ടർക്ക് പറ്റിയ മിസ്റ്റേക്ക് അല്ലേ? നിങ്ങൾ അക്കാര്യം പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കാതെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്ത്. അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഞാൻ ആലോചിച്ച് കണ്ടെത്താം. സാർ സമാധാനത്തോടെ നിൽക്കുക. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ നാണക്കേടിൽ നിന്ന് എങ്ങനെയും ഒഴിവാവണം. അത് രണ്ടേ മാരക വിഷജന്തുക്കളാ. 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ചീറ്റിയാ മതി, നമ്മൾ ചത്തുപോകും. അവളൊരു പാവാണല്ലേ. അവന്റെ വാമഭാഗം എന്തോന്ന് ചന്ദനയോ? ചന്ദനവും കർപ്പൂരൊന്നും അല്ല, നന്ദന. എന്ത് കുന്തെങ്കിലും ആവട്ടെ. അവനവളെ വിളിക്കുന്നതേ നന്ദൂന്ന. അതൊരു പശുവിന്റെ പേരല്ലേ? പശുവിനെ പോലെ പാവായിട്ട് നടക്കുന്നതാ. ചിലപ്പോ സ്വഭാവം കാട്ടുപോത്തിന്റെ ആയിരിക്കും. ആ ബഗൻ അനന്തംപിള്ളയുടെ മോളല്ലേ? രാജവെമ്പാലയുടെ കുഞ്ഞ്. മഞ്ഞച്ചേരയോ നീർക്കോലിയോ ഒന്നും ആവില്ലല്ലോ. അതെ അതെ. ഈ അനന്തംപിള്ളി അംബികേച്ചും ദീപകം കൂടി ഒത്തുകൊണ്ടുള്ളൊരു ഏർപ്പാടാന്ന് എനിക്ക് തോന്നുന്നേ. അതിന് യാതൊരു സംശയം വേണ്ട. അല്ല ശേഖരേട്ടാ, ഇന്ന് വരുന്ന ഗസ്റ്റുകളോടൊക്കെ രാജു എന്ത് ഫംഗ്ഷൻ പറയാൻ പോകുന്നത്? അത് രഹസ്യമാ. അവനതേ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്നാ ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. എന്നോട് പറയ് ശേഖരേട്ടാ. പെണ്ണുങ്ങളുടെ രഹസ്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്നാ മുതിർന്നവര് പറയുന്നേ. പക്ഷേ എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമാ, അതുകൊണ്ട് ഞാൻ പറയാം. അത് എന്റെ ചെവിയിൽ പറഞ്ഞാ മതി. അതിനെന്താ, ഇവിടെ എങ്ങും ആരും ഇല്ലല്ലോ. അതെ, ഇവിടുത്തെ തൂണുകൾക്ക് പോലും ചെവിയുണ്ട്. ആ ചെവിയൊക്കെ അമ്പിയ ചേച്ചിയുടെ. രാജുവിന്റെ പ്ലാൻ എന്താന്ന് എന്റെ ചെവി പറഞ്ഞാൽ മതി. അത് കൊള്ളാലോ ചെറുക്കന്റെ ബുദ്ധി. അപാരം തന്നെ. അമ്പിക ചേച്ചി ഇനിയിപ്പോ എന്ത് ഭാര്യയും കൊണ്ടാണാവോ വരാൻ പോകുന്നത്? പാരയോ ഓലക്കോ എന്ത് വേണമെങ്കിൽ കൊണ്ടുവരട്ടെ. നമ്മളൊക്കെ ഇവിടെ ഇല്ല യാമിനി. ആ കുട്ടിയെ നാണം കെടുത്തായിരുന്നാ മതിയായിരുന്നു. മോളുടെ കാര്യം ആലോചിക്കുമ്പോ വലിയ സങ്കട. മോളൊരമ്മയാവാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയതല്ലേ? അതെ ശേഖരേട്ടാ, അവള് വല്ലാതെ തകർന്നു പോയി. ആ കുട്ടിക്ക് മാത്രം ഒരിക്കലും ഒരു സമാധാനം ഇല്ലല്ലോ ദൈവമേ. എന്തായാലും നീ വാ. ചത്ത് കടന്നാലും ചമഞ്ഞു കിടക്കണമെന്നാ പഴമൊഴി. ഞാനിത്തിരി നല്ല വേഷമൊക്കെ ധരിക്കും. അത് പിന്നെ പണ്ട് മുതലേ എന്റെ ഒരു ശീലമാണെന്ന് നിനക്ക് അറിയാലോ. അതിനെന്താ, ചേച്ചി നല്ല നല്ല വേഷങ്ങൾ ധരിച്ചു നടക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിലൊരു അന്തസ്സുണ്ടല്ലോ. ഞാനേ നേരെ ഹാളിലേക്ക് പോകാതെ ഇങ്ങോട്ട് വന്നതേ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ.
എന്താ ചേച്ചി? അത് ഞാനൊരു ആഗ്രഹം പറഞ്ഞ നീ അത് സാധിച്ചു തരൂ? അതെന്ത് ചോദ്യം ചേച്ചി? ചേച്ചി ആവശ്യപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ സാധിച്ചു തരാതിരുന്നിട്ടുണ്ടോ? എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് കാര്യവും ചേച്ചി പറഞ്ഞാൽ ഞാൻ സാധിച്ചു തരും. അതെനിക്കറിയാം പ്രതാപ. നിന്റെ കണ്ണൊന്ന് കലങ്ങിയ ഞാനും അപ്പൊ കരഞ്ഞു പോവും. എനിക്കത് സഹിക്കാനാവില്ല. ചേച്ചിയുടെ ആഗ്രഹം എന്താന്ന് പറയും? നമ്മുടെ ഭാഗ്യം കൊണ്ടേ നമ്മൾ ഈ ഫംഗ്ഷന് അധികം പേരൊന്നും വിളിച്ചിട്ടില്ല. വിളിച്ചവരിലെ മുഖ്യമന്ത്രി മാത്രമാ വലിയ ഗസ്റ്റ്. ദയവായി അവരുടെയൊക്കെ മുന്നിൽ വെച്ച് നീ പത്മാവതി വിഷയം എടുത്തിടരുത്. എടാ, നാണക്കേട് നമുക്ക് തന്നെയാ. അവളും ഈ ചടങ്ങിനുണ്ടാവുമല്ലോ. അവളെക്കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞ അത് മലർന്നു കിടന്ന് തുപ്പുന്ന പോലെ ആയിരിക്കും. എന്റെ ചേച്ചി, ഈ പത്മാവതി പത്മാവതി എന്ന പേര് കേട്ട് എന്റെ തല ചെകിടടിച്ച് നിൽക്കുക. അവളെ ഇതിനകത്ത് എങ്ങനെ വെച്ച് കണ്ട ആലുവ മണപ്പുറത്ത് ശിവരാത്രിക്ക് കണ്ട ഭാവം പോലും ഞാൻ കാണിക്കില്ല. അത്രയ്ക്ക് ഉറപ്പും വെറുപ്പും എനിക്ക് അവളെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവളൊരു നികൃഷ്ടയാ. ഞാൻ ആത്മസ്നേഹിതനായി എന്റെ കൂടെ കൂട്ടിയ ഒരുത്തനായിട്ട് എങ്ങനെ മനുഷ്യനിങ്ങനെ ചതിക്കാനും വഞ്ചിക്കാനും പറ്റുന്നേ? സത്യത്തിൽ സ്ത്രീ വർഗത്തെ തന്നെ ഞാൻ വല്ലാതെ വെറുത്തുപോയി. പിന്നെ ആലോചിച്ചപ്പോഴാ മനസ്സിലായത്, ഒരു സ്ത്രീ ഒരു പുരുഷനെ ചതിച്ചു എന്ന് വെച്ച് ലോകത്തുള്ള എല്ലാ സ്ത്രീകളും അങ്ങനെയല്ലല്ലോ.